ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദേവിക, അനാമിക, അനന്യ സന്ദീപ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: സ്ത്രീ മുന്നോട്ട്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ. ആരോഗ്യ ഇൻഷുറൻസ് 5 വർഷമായി അംഗങ്ങളെ ചേർക്കാനാകുന്നില്ല. നീറ്റ് യുജിയിൽ പുനഃപരീക്ഷയില്ല. നേപ്പാളിൽ വിമാനം തകർന്ന് അപകടം, 18 മരണം. ഭക്ഷ്യവില കയറ്റം നിയന്ത്രിക്കണം, ധർമ്മകീർത്തി ജോഷി. റെയിൽവേയിൽ 3223 ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ കുറവ്. രാജ്യത്ത് അപൂർവം അമീബിക് മസ്തിഷ്ക ജ്വരം, 14 വയസ്സുകാരന് രോഗമുക്തി. മലയാളി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഓടിച്ച ലോറി ഗംഗാവലി പുഴയിലെ മണ്ണിനടിയിൽ ഉണ്ടെന്ന് വ്യക്തമായി. പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. കേരളത്തിന്റെ അഭിമാന താരങ്ങൾ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സ്ത്രീ മുന്നോട്ട്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 7ാമത്തെ കേന്ദ്ര ബജറ്റിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികൾക്കായി 3 ലക്ഷം കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാർ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസന പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക, വനിതാ സ്വയം സഹായ സംഘ സംരംഭങ്ങൾക്ക് വിപണിയിലുള്ള പ്രാതിനിധ്യം വർദ്ധിക്കുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. സ്ത്രീകളുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായുള്ള വിഹിതം 2014 സാമ്പത്തിക വർഷത്തിൽ നിന്നും 2025 സാമ്പത്തിക വർഷത്തിൽ 218.8% വർദ്ധിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് 5 വർഷമായി അംഗങ്ങളെ ചേർക്കാനാകുന്നില്ല. ക്യാപ്സിൽ ഇടമില്ല, പ്രശ്നം കേന്ദ്രത്തിന്റെ പ്രതികൂല നിലപാടെന്ന കേരളം. കൂടുതൽ വീതം നൽകാനാകുന്നില്ലെന്ന് കേന്ദ്രം. കാരണം ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ 5 വർഷമായി പുതിയ അംഗങ്ങളെ ചേർക്കാനാകുന്നില്ല. 2019 മുതൽ ഇതുവരെ ലക്ഷക്കണക്കിന് അപേക്ഷകരാണ് കാത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രതികൂല നിലപാടാണ് തടസ്സമെന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടി. ഒരു റേഷൻ കാർഡ് ഒരു കുടുംബം എന്ന് കണക്കാക്കിയാണ് പദ്ധതിയിൽ അംഗങ്ങളെ ചേർത്തിരുന്നത്. 2018 ശേഷം അനുവദിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പുതിയ റേഷൻ കാർഡുകൾ ഉൾപ്പെട്ടവരെയാണ് പദ്ധതിയിൽ ചേർക്കാനാകാതെ വലയുന്നത്. ഇവരിൽ പലരും അതിദാരിദ്ര്യം നേരിടുന്നവരാണ്. മുൻഗണനാ റേഷൻ കാർഡുകൾ ഉള്ള കുടുംബങ്ങളെ കൂടി ക്യാപ്സിൽ ഉൾപ്പെടുത്താൻ പലതവണ കത്തയച്ചതും സംസ്ഥാന സർക്കാർ പറയുന്നു. നീറ്റ് യുജിയിൽ പുനഃപരീക്ഷയില്ല. നീറ്റ് യുജിയിൽ പുനഃപരീക്ഷ നടത്തണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. വ്യാപകമായ ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡൻ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. പരീക്ഷാ ഫലത്തിൽ ക്രമക്കേട് നടത്തിയതിനോ പരീക്ഷാ നടത്തിപ്പിന്റെ ആകെ പവിത്രത നഷ്ടപ്പെടുത്തിയതിനോ തെളിവില്ല. അതിനാൽ പുനഃപരീക്ഷ ന്യായീകരിക്കാനാകാത്ത നടപടിയാണെന്ന് ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരുൾപ്പെടെ 3-അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 23 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളുടെ ഭാവി ബാധിക്കുന്ന വിഷയമാണ്. പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടുന്നത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കും. അക്കാഡമിക് ഷെഡ്യൂൾ ബാധിക്കും. വരും വർഷങ്ങളിൽ അതിൻ്റെ പ്രതിഫലമുണ്ടാകുമെന്ന് ആശങ്കയോടെ കോടതി പ്രകടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളാണ് പരിഗണിച്ചത്. നേപ്പാളിൽ വിമാനം തകർന്ന് അപകടം, 18 മരണം. നേപ്പാളിൽ ശൗര്യ എയർലൈൻസിന്റെ വിമാനം ടേക്ക് ഓഫിനിടെ തകർന്നു വീണ് 18 പേർ മരിച്ചു. ഗുരുതര പരിക്കേറ്റ് പൈലറ്റ് MR ഷാക്യ ചികിത്സയിലാണ്. ജീവനക്കാരുൾപ്പെടെ 19 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്ന് വിമാനത്താവള വക്താവ് പ്രേംനാഥ് ഠാക്കൂർ പറഞ്ഞു. അപകടത്തിൽ പൈലറ്റ് മാത്രമാണ് രക്ഷപ്പെട്ടത്. 2 ജീവനക്കാരും ശൗര്യ എയർലൈൻസിന്റെ 17 ജീവനക്കാരും അടങ്ങുന്ന വിമാനം ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്നും പൊഖാറിലേക്ക് പോകുകയായിരുന്നു. ടേക്ക് ഓഫിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറി തീപിടിക്കുകയായിരുന്നുവെന്ന് നേപ്പാളി പോലീസ് വക്താവ് ഡാൻ ബഹാദൂർ കർക്കി പറഞ്ഞു. ഭക്ഷ്യവില കയറ്റം നിയന്ത്രിക്കണം, ധർമ്മകീർത്തി ജോഷി. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റമാണ് പണപ്പെരുപ്പം ഉയർന്ന തോതിൽ തടയുന്നതെന്ന് പ്രധാന കാരണമെന്ന് മലയാള മനോരമ ഇക്കൊല്ലത്തെ ബജറ്റ് പ്രഭാഷണത്തിൽ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ധർമ്മകീർത്തി ജോഷി അഭിപ്രായപ്പെട്ടു. ഭക്ഷ്യോൽപ്പന്നത്തിന്റെ വിലക്കയറ്റം 9%, പച്ചക്കറികളാകട്ടെ 30%. ഇത് നേരിടാൻ റിസർവ് ബാങ്ക് നടപടി മാത്രം പോരാ, നിയന്ത്രണ നടപടികൾ യുദ്ധകലാശത്തിൽ തുടങ്ങണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അതിജീവിക്കാനുള്ള വിധിന്യങ്ങളും വികസിപ്പിക്കുകയും സംരക്ഷണ സംവിധാനങ്ങൾ വിപുലമാക്കുകയും വേണമെന്ന് S&P ഗ്ലോബലിന്റെ ഉപഗസ്റ്റിൻ റേറ്റ് ഏജൻസിയായ ക്രിസ്റ്റലിന്റെ ചീഫ് എക്കണോമിക്സായ ജോഷി ചൂണ്ടിക്കാട്ടി.
റെയിൽവേയിൽ 3223 ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ കുറവ്. വിവിധ മേഖലകളിലും തസ്തികകളിലുമായി 3223 ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ കുറവാണ് റെയിൽവേയിലുള്ളതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. ആകെ 15,762 പേർ വേണ്ടിടത്ത് 12,539 പേർ മാത്രം. 20% പേരുടെ കുറവ് റെയിൽവേയുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. 2024 ഏപ്രിൽ 1 വരെയുള്ള കണക്കുകൾ പ്രകാരം സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ വേണ്ടത് 779 പേർ, നിലവിലുള്ളത് 581 പേർ. സെൻട്രൽ ഓർഗനൈസേഷൻ ഫോർ റെയിൽവേ ഇലക്ട്രിഫിക്കേഷന് വേണ്ടത് 151 പേർ, ഇപ്പോഴത്താകട്ടെ 47 പേർ. ഇങ്ങനെ 40-ലേറെ തസ്തികകളിലാണ് 3223 ഒഴിവുള്ളത്. ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേയിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവ്, 272. ഇന്ത്യൻ റെയിൽവേയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലാണ് ഏറ്റവും കുറവ് ഒഴിവ്, 1 മാത്രം. രോഗമുക്തി. രാജ്യത്ത് അപൂർവം അമീബിക് മസ്തിഷ്ക ജ്വരം 14 വയസ്സുകാരന് രോഗമുക്തി. മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരൻ രോഗമുക്തി നേടി. കോഴിക്കോട് മേലടി സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത്. രാജ്യത്ത് തന്നെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഒരാൾ രോഗമുക്തി നേടുന്നത്. ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് 11 പേർ മാത്രമാണ്. 97% മരണനിരക്കുള്ള രോഗത്തിൽ നിന്നാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചത്. ഏകോപനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. 9 ദിവസമായി പശ്ചിമഘട്ട ഷെഡ്യൂളിൽ മലനിരകൾക്ക് ശ്രദ്ധിച്ച കേരളം മുഴുവൻ ആശങ്കയോടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് പാതിയുത്തരമായി. മലയാളി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഓടിച്ച ലോറി ഗംഗാവലി പുഴയിലെ മണ്ണിനടിയിൽ ഉണ്ടെന്ന് വ്യക്തമായി. ഇനി ചോദ്യം അർജുൻ എവിടെ എന്നതാണ്. അടുത്തുള്ള ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലോറി പുഴയിൽ നിന്ന് പുറത്തെടുക്കുവാനാണ് ഇനി കരുതുന്നത്. ഇതിനായി സൈന്യം വിവിധ ഉപകരണങ്ങൾ സ്ഥലത്തെത്തിച്ചു. കരയിൽ നിന്ന് 20 മീറ്റർ അകലെ 5 മീറ്റർ ആഴത്തിൽ ലോറി ഉണ്ടെന്നാണ് അതിൽ അർജുൻ ഓടിച്ചതാണെന്ന് തന്നെയാണ് സ്വീകരിച്ചത്. അടുത്തെത്താൻ നാവികസേനയും സംഘവും മുങ്ങൽ വിദഗ്ധരെ ശ്രമിച്ചെങ്കിലും കനത്ത മഴയും പുഴയിലെ ആടിയൊഴുക്കും തടസ്സമായി. പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സേഫ് ക്യാമ്പ് സേഫ് ഹോസ്പിറ്റൽ എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യുവിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ക്യാമ്പസിൽ നിന്നുള്ള പകർച്ചവ്യാധികൾ തടയുകയും വിദ്യാർത്ഥികൾക്ക് രോഗഭീഷണി കൂടാതെയുള്ള പഠന സൗകര്യം ഉണ്ടാക്കുകയും എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഇതിനു പുറമെ രോഗികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും അവർക്ക് മികച്ച സേവനം നൽകുന്നതിലും ആശുപത്രി ജീവനക്കാരെ ബോധവാന്മാരാക്കുന്നതിലും പദ്ധതി ലക്ഷ്യമിടുന്നു. രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണിത്. ആശുപത്രികളിൽ സേഫ് ഓഡിറ്റ് കൃത്യമായി നടത്താൻ മന്ത്രി വീണ ജോർജിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാന താരങ്ങൾ. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കാനിറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ 7 പേർ മലയാളികളാണ്. 7 മലയാളി താരങ്ങളാണ് ഇത്തവണ ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്നത്. പിയ ശ്രീജേഷ് 4ാമത്തെയും അവസാനത്തെയും ഒളിമ്പിക്സിനിറങ്ങുമ്പോൾ ബാഡ്മിന്റണിൽ HS പ്രണോയ്ക്ക് ആദ്യ ഒളിമ്പിക്സാണ്. 4x4000 മീറ്റർ പുരുഷ റിലേയിൽ മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അമോദ് ജേക്കബ് എന്നിവർ ഇറങ്ങുമ്പോൾ മെജോ ചാക്കോ കുര്യൻ മിക്സഡ് റിലേയിലും അബ്ദുൾ അബൂബ്കർ ട്രിപ്പിൾ ജമ്പിലും മത്സരിക്കും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സ്ത്രീ മുന്നോട്ട്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ. ആരോഗ്യ ഇൻഷുറൻസ് 5 വർഷമായി അംഗങ്ങളെ ചേർക്കാനാകുന്നില്ല. നീറ്റ് UGയിൽ പുനഃപരീക്ഷയില്ല. നേപ്പാളിൽ വിമാനം തകർന്ന് അപകടം, 18 മരണം. ഭക്ഷ്യവില കയറ്റം നിയന്ത്രിക്കണം, ധർമ്മകീർത്തി ജോഷി. റെയിൽവേയിൽ 3223 ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ കുറവ്. രാജ്യത്ത് അപൂർവം അമീബിക് മസ്തിഷ്ക ജ്വരം 14 വയസ്സുകാരന് രോഗമുക്തി. മലയാളി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഓടിച്ച ലോറി ഗംഗാവലി പുഴയിലെ മണ്ണിനടിയിൽ ഉണ്ടെന്ന് വ്യക്തമായി. പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. കേരളത്തിന്റെ അഭിമാന താരങ്ങൾ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപക ഡയറക്ടർ ഡോക്ടർ MS വലിയത്താൻ. പോയ വാരത്തിലെ വിജയി. ശില്പ
9ാം ക്ലാസ് ബി ഡിവിഷൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേന്ദ്ര ധനമന്ത്രി ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HSS റേഡിയോ നുറുങ്ങുവെട്ടം പരിപാടിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ദിയാദീപൻ. കാലത്തിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ആമകളുടെ ചില വിശേഷങ്ങൾ കേൾക്കാം. വെളിച്ചത്തെ മറ്റൊരു ജീവിക്കുമാവാത്ത തെളിച്ചത്തോടെ കാണുന്നവരാണ് ആമകൾ. എത്ര ദൂരെ നിന്നും വെള്ളത്തിന് മുകളിലെ വെളിച്ചത്തെ കരയ്ക്ക് മുകളിലെ വെളിച്ചത്തിൽ നിന്ന് വേർതിരിച്ചറിയുന്ന ഒരു ആറാം ഇന്ദ്രിയം ആമകൾക്കുണ്ട്. അതുകൊണ്ടാണ് മുട്ട വിരിഞ്ഞിറങ്ങുന്ന ഏതിനും ശുദ്ധജല കടലാമ കുഞ്ഞുങ്ങളും ആരും വഴികാട്ടാനില്ലാതെ വെള്ളത്തിലേക്ക് പിച്ച വയ്ക്കുന്നത്. ആമകൾ പലതരം ഉണ്ടെങ്കിലും അനധികൃത മൃഗക്കടത്ത് വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള ഒരിനമാണ് നക്ഷത്ര ആമ. തെക്കൻ ഏഷ്യയിൽ കണ്ടുവരുന്ന ഇവ പ്രധാനമായും ചെടികളും പഴങ്ങളും പൂക്കളുമൊക്കെ ഭക്ഷണമാക്കുന്നവയാണ്. ഇന്ത്യൻ നക്ഷത്ര ആമകളുടെ പുറന്തോടിൽ ഹമ്പുകൾ പോലെ എഴുന്നു നിൽക്കുന്ന മുഴകൾ കാണാം. കറുത്ത നിറമുള്ള പുറന്തോടിലെ മഞ്ഞ നിറത്തിലുള്ള നക്ഷത്രരേഖകൾ ഇവയുടെ ഭംഗി കൂട്ടുന്നു. ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ശ്രീലങ്കയിലും തെക്ക് കിഴക്കൻ പാകിസ്ഥാനിലുമെല്ലാം ഇവയെ കാണാം. ഇലവഴിയും മഴകാടുകളിലും ഉണങ്ങിയ പുൽമേടുകളിലും അർദ്ധമരുഭൂമി പ്രദേശങ്ങളിലും വരെ ഇന്ത്യൻ നക്ഷത്ര ആമകളെ കണ്ടെത്തിയിട്ടുണ്ട്. sa sa da sa ni da pa ni da ma ga ma ga re sa. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.